സ്ത്രീലമ്പടന്മാരുടെ പാർട്ടി ഏത് കേരളത്തിൽ എന്നൊരു തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പഞ്ചായത്ത് ഇലക്ഷൻ നടന്ന ദിവസം രാവിലെ, അതായത് 11-ാം തീയതി രാവിലെ മുഖ്യമന്ത്രി പറഞ്ഞ ഒരു കാര്യമാണ് സ്ത്രീലമ്പടന്മാരുടെ പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി എന്ന്. അപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ, അദ്ദേഹം ആഭ്യന്തര വകുപ്പും കൂടെ കൈകാര്യം ചെയ്യുന്ന ആളാണ്. ഇവിടുത്തെ ഇൻ്റലിജൻസ് അദ്ദേഹത്തിന് റിപ്പോർട്ടുകൾ നൽകുന്നുണ്ട്. പോലീസ് അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിലാണ്. അപ്പോൾ അദ്ദേഹം സ്ത്രീലമ്പടന്മാരുടെ പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പരസ്യമായിട്ട് പറയുമ്പോൾ അത് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. കോൺഗ്രസ്സിൽ തീർച്ചയായിട്ടും പല പല പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. പാലക്കാട് MLA അദ്ദേഹത്തിനെതിരെ 2 ബലാത്സംഗ കേസുകൾ അടുത്ത കാലത്ത് രജിസ്റ്റർ ചെയ്ത ഉടനെ തന്നെ പാർട്ടിയും അത് സമ്മതിച്ച് അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ എന്തോ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പുറത്താക്കി. അതുപോലെ പാർലമെൻ്ററി പാർട്ടി നിയമസഭയിൽ വരുന്നതിൽ നിന്ന് അദ്ദേഹത്തെ വിലക്കി, പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. അദ്ദേഹത്തിന് ജാമ്യം നിഷേധിച്ച ദിവസം അദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കി. പക്ഷേ എന്നാലും സ്ത്രീലമ്പടന്മാരുടെ പാർട്ടി എന്ന് മുഖ്യമന്ത്രി പറയുന്നതിൻ്റെ ഒരു കാരണം, അദ്ദേഹം വോട്ട് ചെയ്യാൻ പാലക്കാട് എത്തി വളരെ കൂളായിട്ട് കോൺഗ്രസ് പ്രവർത്തകരുടെ കൂടെ തന്നെ ഇരുന്ന് ചായ കുടിക്കുന്ന ഒക്കെ കാര്യങ്ങൾ ഇവിടെ നടന്നു. അപ്പോൾ കോൺഗ്രസ് പാർട്ടി ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെ 2 ബലാത്സംഗ കേസിൽ പ്രതിയായ ആളെ പിന്തുണയ്ക്കുന്നവർ കോൺഗ്രസ്സിലുണ്ട് എന്നുള്ളതുകൊണ്ടാണല്ലോ അദ്ദേഹം കൂളായിട്ട് ഇങ്ങനെ നടക്കുന്നത് എന്നുള്ളത് മുഖ്യമന്ത്രി കരുതിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ കോൺഗ്രസ്സിലെ തിരുവനന്തപുരത്തുള്ള ഒരു MLA, അതുപോലെ എറണാകുളം ജില്ലയിലെ ഒരു MLA, അവർക്കെതിരെയൊക്കെ ഇതേപോലെ ബലാത്സംഗ കേസുകൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ പല തലമുതിർന്ന നേതാക്കളുമെതിരെ സോളാർ കേസ് അന്വേഷിച്ച ഒരു ജുഡീഷ്യൽ കമ്മീഷൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് പോലീസ് കേസെടുത്തിരുന്നു. എല്ലാവർക്കും എതിരെ ബലാത്സംഗത്തിന് ആലപ്പുഴയിലത്തെ ഇപ്പോഴത്തെ MP, എറണാകുളത്തെ MP, വേറെ പല മുൻ MLA-മാർ, MP-മാർ, ഇവിടെ മന്ത്രിമാരായിരുന്നവർ, അങ്ങനത്തെ പലർക്കെതിരെയും ഈ ബലാത്സംഗത്തിന് സോളാർ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ ബേസിൽ ഇവിടെ FIR എടുത്തതാണ്. അപ്പോൾ മുഖ്യമന്ത്രി പറയുന്ന സ്ത്രീലമ്പടന്മാരുടെ പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറയുന്നതിന് അടിസ്ഥാനമുണ്ട്, അതിൽ വസ്തുതകളുണ്ട്, മുഖ്യമന്ത്രി പറഞ്ഞതിൽ കാര്യവുമുണ്ട്. പക്ഷേ നമ്മൾ വേറൊരു വശം നോക്കണം. സ്ത്രീലമ്പടന്മാരുടെ പാർട്ടി ഈ കോൺഗ്രസ് ആണ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ ഉടനെ തന്നെ മറുഭാഗത്ത് രമേശ് ചെന്നിത്തലയും VD സതീശനും മുരളീധരനുമൊക്കെ പറയുന്നു. മുരളീധരൻ പറഞ്ഞൊരു കാര്യമാണ്, മുഖ്യമന്ത്രിയുടെ ഇടത്തെ പോക്കറ്റിൽ 75 വയസ്സുള്ള CPM-ൻ്റെ ഒരു മുൻ MLA ബലാത്സംഗ കേസിൽ പ്രതിയാകേണ്ട ഒരാളുണ്ട്, പക്ഷേ അദ്ദേഹത്തെ മുഖ്യമന്ത്രി സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് പരാതികൾ കിട്ടിയിട്ടും എന്നുള്ള ഒരു കാര്യമുണ്ട്. ഈ രാഹുൽ മാങ്കൂട്ടത്തം എന്ന് പറഞ്ഞ കോൺഗ്രസ് MLA-ക്കെതിരെ മുഖ്യമന്ത്രിക്ക് തന്നെ പരാതി നൽകി. മുഖ്യമന്ത്രി ഇമ്മീഡിയറ്റ്ലി FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങി. അതേസമയം അദ്ദേഹത്തിന് തന്നെ പരാതി കിട്ടിയിട്ട് അദ്ദേഹം അത് പോക്കറ്റിലിട്ട് നടക്കുകയാണ് ഇപ്പോഴും എന്നുള്ളതാണ് മുരളീധരൻ പറഞ്ഞതിൻ്റെ കാര്യം. അതുപോലെ തന്നെ ഇതേ മുഖ്യമന്ത്രി ജോലിസ്ഥലത്തെ ലൈംഗികാതിക്രമത്തെപ്പറ്റി അന്വേഷിച്ച ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പോഴും പൂഴ്ത്തി വച്ചിരിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം അതിൽ പല സ്ത്രീലമ്പടന്മാരുടെയും കാര്യങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകുമല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തിനാണ് CPM-ൻ്റെ മുഖ്യമന്ത്രി ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തി വച്ചിരിക്കുന്നത്? അങ്ങനെയാണ് അദ്ദേഹം സ്ത്രീകളുടെ ഒരു കാര്യം ശ്രദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ അവർക്കെതിരെ അതിക്രമം കാണിച്ചവരെ സംരക്ഷിക്കാൻ വേണ്ടി ആയിരിക്കുമല്ലോ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പൂഴ്ത്തി വച്ചിരിക്കുന്നത്. അപ്പോൾ മുഖ്യമന്ത്രി ചെയ്യുന്നത് ന്യായമാണോ, നീതിയാണോ, സ്ത്രീ സൗഹൃദ സംസ്ഥാനമാകാൻ വേണ്ടിയാണോ മുഖ്യമന്ത്രി നിൽക്കുന്നത് എന്നുള്ളൊരു ചോദ്യം യഥാർത്ഥമായിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ തന്നെ പാർട്ടിയിലെ MLA ആയ മുകേഷ്, അദ്ദേഹത്തിനെതിരെ ഇതേപോലെ ബലാത്സംഗ കേസ് FIR ഉണ്ട്. പക്ഷേ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല. അദ്ദേഹത്തിന് MLA പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് പുറത്ത് പോകാൻ പറഞ്ഞിട്ടില്ല. കോൺഗ്രസ് ആണ് അതൊക്കെ ചെയ്തു എന്നുള്ളൊരു കാര്യം കോൺഗ്രസ്സുകാർ ഉയർത്തുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ തന്നെ P. ശശി എന്ന് പറഞ്ഞ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ പാർട്ടിയിൽ ഈ അദ്ദേഹം ഒരു സ്ത്രീലമ്പടൻ ആണ് എന്നുള്ള ആരോപണം ഉണ്ടാവുകയും അദ്ദേഹത്തെ പാർട്ടിയിൽ തരം താഴ്ത്തുകയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയൊക്കെ ചെയ്ത ശേഷം വീണ്ടും അദ്ദേഹത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തന്നെ ഉന്നത സ്ഥാനം നൽകി പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് പോലീസിനെ വരെ നിയന്ത്രിക്കുന്നു എന്നുള്ള ആരോപണങ്ങളൊക്കെ നേരിടുന്ന, അത് നമ്മുടെ നിലമ്പൂർ MLA ആയിരുന്ന അൻവർ പറഞ്ഞൊരു കാര്യമാണ്. അൻവർ എഴുതി തന്നെ പരാതി P. ശശിക്കെതിരെ നൽകിയ ഒരാളെ മുഖ്യമന്ത്രി സംരക്ഷിച്ച് ഉന്നത സ്ഥാനത്തിരുത്തിയിരിക്കുന്നു. അതുപോലെ അദ്ദേഹത്തിൻ്റെ
പാർട്ടിയിൽ തന്നെ ഉള്ള എത്രയോ ആളുകളാണ് ഇതേപോലെയുള്ള ആരോപണങ്ങൾ പല സ്ഥലങ്ങളിൽ പല ജില്ലകളിൽ നേരിടുന്നത്. അപ്പോൾ മുഖ്യമന്ത്രി ഈ സ്ത്രീലമ്പടന്മാരുടെ പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്, ജനങ്ങളിത് കേൾക്കുമ്പോഴത്തേക്കും ഈ മുഖ്യമന്ത്രിയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെയാണോ സ്ത്രീലന്മാരുടെ പാർട്ടി അതോ കോൺഗ്രസ് ആണോ എന്നുള്ള സംശയം ന്യായമായിട്ടുണ്ട്. അങ്ങനെ തർക്കം നിലനിൽക്കുകയാണ്. ഇനി അടുത്തൊരു കാര്യം, ഈ മുഖ്യമന്ത്രിയുടെ തന്നെ പാർട്ടിയിലുണ്ടായിരുന്ന ഷൊർണൂർ പ്രദേശത്തുള്ള ഒരു MLA-ക്കെതിരെ ഇതുപോലെ ഒരു പരാതി വന്നപ്പോൾ, അദ്ദേഹം സ്ത്രീലമ്പടനാണ് എന്നുള്ളൊരു പരാതി വന്നപ്പോഴത്തേക്കും ഈ പാർട്ടി ചെയ്തത് എന്താണ്, അതേ പാർട്ടിയിലെ തന്നെ 2 നേതാക്കന്മാരെ അത് അന്വേഷിക്കാൻ വേണ്ടി നിയമിക്കുകയും ആ സ്വന്തം പാർട്ടിയിലുള്ള ഒരു MLA ആണല്ലോ ഈ കാര്യം ചെയ്തത്, അതുകൊണ്ട് അതിന് തീവ്രത കുറവാണ് എന്നുള്ളൊരു തീരുമാനം വരികയും, അതുകൊണ്ട് തീവ്രത കുറവായ ഒരു ബലാത്സംഗമായതുകൊണ്ട് അല്ലെങ്കിൽ ലൈംഗികാതിക്രമമായതുകൊണ്ട് അതിനധികം നടപടിയൊന്നും വേണ്ട എന്ന് തീരുമാനമെടുത്ത ഒരു പാർട്ടിയുടെ മുഖ്യമന്ത്രിയാണ് ശ്രീ പിണറായി വിജയൻ. അപ്പോൾ ആരോപണങ്ങൾ വന്നു കഴിഞ്ഞാൽ സ്ത്രീപക്ഷത്ത് നിൽക്കാതെ അതിന് തീവ്രത കുറവാണ് എന്നൊക്കെ പറയുന്ന ഒരു പാർട്ടിയുടെ കുറേ 10-13 കൊല്ലത്തോളം അതിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിട്ടിരിക്കുകയും അതിനുശേഷം കഴിഞ്ഞ 9 കൊല്ലമായിട്ട് മുഖ്യമന്ത്രി ആയിരിക്കുകയും ചെയ്യുന്ന ശ്രീ പിണറായി വിജയൻ കോൺഗ്രസ് പാർട്ടിയെ സ്ത്രീലമ്പടന്മാരുടെ പാർട്ടി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും കോൺഗ്രസ് പാർട്ടി അതങ്ങ് അംഗീകരിച്ചു കൊടുക്കുന്ന ഒരു അവസ്ഥയില്ല. ഇപ്പോൾ തർക്കം മുറുകിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും സ്ത്രീലമ്പടന്മാരുടെ ഏറ്റവും കൂടുതലായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ള പാർട്ടി കോൺഗ്രസ് ആണോ അതോ CPM ആണോ എന്നുള്ള തർക്കം കൂടുതൽ മുറുകി വരുന്നു. കാരണം 2 പക്ഷത്തും അതിനുള്ള വസ്തുതകളുണ്ട്. ഇതിൽ ആരാണ് നമ്പർ 1 എന്നുള്ള തീരുമാനം കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് അറിയാൻ പറ്റുള്ളൂ.